ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഗുഡ് മോർണിംഗ് വസുന്ധര. വെരി വെരി ഗുഡ് മോർണിംഗ് CKC. എന്തുപറ്റി? വസുന്ധര വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ശത്രുപക്ഷത്ത് നിന്നും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവണേന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ആ ശത്രു തന്നെ അതിന് വഴി ഒരുക്കുകയും ചെയ്ത സന്തോഷം ഉണ്ടാവുന്നത് സ്വാഭാവികമല്ലേ CKC? വസുന്ധരയുടെ ശത്രുപക്ഷത്തെ ആൾക്കാരുടെ കണക്കെടുത്താൽ ആ ലിസ്റ്റിൽ ഇപ്പോ CK ചന്ദ്രബോസ് എന്ന ഞാൻ പോലും ഇല്ല. ഞാനറിയ ഒറ്റ പേരേ ഉള്ളൂ, നിധി ഗൗതം. ശരിയല്ലേ? യു ആർ കറക്റ്റ്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഇന്ന് നിധിയെയും കൂട്ടി ഗൗതം ഒരു ടൂറിന് പുറപ്പെട്ടിരിക്കുക. പലപ്പോഴും പാളിപ്പോയ നമ്മുടെ ദൗത്യം ഇന്നെങ്കിലും അത് വിജയത്തിലെത്തിച്ച് നിധിയുടെ ജീവിതത്തിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനാവോ മിസ്റ്റർ CKCക്ക്? അവരെവിടേക്കാ പോയെന്ന് വല്ല ധാരണയുണ്ടോ വസുന്ധരെ? അതൊന്നും എനിക്കറിയില്ല. എന്നാലും കുറെ അകലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് ഊഹിക്കാൻ മാത്രമേ എനിക്കിപ്പോ പറ്റൂ. ഈ നഗരത്തിന്റെ ഏത് മുക്കിലും മൂലയിലും നെറ്റ്വർക്കുള്ള CKCക്കാണോ ഗൗതം നിധിയെയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്? CKC ഒറ്റ കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാ മതി. പറ്റില്ല എന്ന് CKC പറഞ്ഞാ ഞാൻ അടുത്ത വഴി നോക്കും. നിധി തിരികെ ഈശ്വരമംഗലത്തേക്ക് ജീവനോടെ മടങ്ങി എത്തരുത്. ഇത് വസുന്ധരയുടെ ആവശ്യമല്ല, എന്റെ ആവശ്യമാണ്. ഗൗതമും നിധിയും എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. ഒരുറപ്പ് ഞാൻ വസുന്ധരയ്ക്ക് തരാം. ഇന്നത്തെ രാത്രി നിധി ഇരുട്ടി വെളുപ്പിക്കില്ല. നാളെ നേരം പുലരുമ്പോ ഈശ്വരമംഗലം ഒരുങ്ങി തുടങ്ങണം നിധിയുടെ മരണാനന്തര ചടങ്ങുകൾ നടത്താൻ. ഇത് വെറും വാക്കല്ല വസുന്ധരെ. ഈശ്വരമംഗലത്തെ മുറ്റത്ത് അവൾക്ക് വേണ്ട കുഴി വെട്ടാൻ ആളെ ഏർപ്പാടാക്കിക്കോ. നിധിയുടെ ബോഡി കണ്ട് നിധിയുടെ മരണം ഉറപ്പാക്കി CKC ജസ്റ്റ് ഒരു കോൾ ചെയ്താൽ മാത്രം മതി എനിക്ക്. അവളുടെ ശവം പോലും ഈ മണ്ണിൽ കുഴിച്ചിടാൻ ഞാൻ അനുവദിക്കില്ല. വസുന്ധര ഫോൺ വെച്ചോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഹലോ, എന്താ ഇത്ര ആലോചിക്കുന്നേ? നമ്മൾ കാണിച്ച ചില മണ്ടത്തരങ്ങൾ നമ്മളെ തന്നെ തിരിഞ്ഞു കൊത്തിയില്ലേ? അതോർക്കുമ്പോ വല്ലാത്തൊരു സങ്കടം. ആർക്കും ദോഷം വരാൻ വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും എല്ലാവരുടെയും മുൻപിൽ നമ്മളിപ്പോ തെറ്റുകാരായില്ലേ ഗൗതം? അതെ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? അത് പിന്നെ ഏതോ റിസോർട്ടിലേക്ക്. എന്തിന്? അത് ഗൗതം പറഞ്ഞല്ലോ, നമ്മുടെ ഈ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറ്റാൻ, എല്ലാത്തിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ. എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാനായി ഇറങ്ങി തിരിച്ചിട്ട് ആ പഴയ കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്? അത്ര പെട്ടെന്നെല്ലാം അങ്ങ് മറന്നു കളയാൻ പറ്റുമോ എനിക്ക്? എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് വസുന്ധരാന്റെ ഒരു വശത്ത് നമ്മളെന്തോ ചതി ചെയ്ത പോലെയാ പ്രണവിന്റെ പെരുമാറ്റം. അമ്മയാണെങ്കിലും ഒരു ശത്രുവിനെ പോലെ എന്നെ കാണുന്നത്. ഏത് റിസോർട്ടിൽ പോയാലും എത്രയൊക്കെ മാറാൻ ശ്രമിച്ചാലും എനിക്ക് പഴയതുപോലെ തുള്ളിച്ചാടി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൗതം. ഗൗതം എന്താ കാറ് നിർത്തി? എവിടെ പോയാലും ഇങ്ങനെ മുഖവും വീർപ്പിച്ച് കണ്ണീര് ഒലിപ്പിച്ചിരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ പോകുന്നത്? പ്ലീസ് ഗൗതം, എന്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ യാത്രയ്ക്ക് ഒരുങ്ങിയത്, അതറിയാമോ? നിന്റെ ചിരിക്കുന്ന മുഖം കാണാനാ പ്രധാനപ്പെട്ട ഓഫീസ് ജോലികൾ പോലും വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചത്. എന്നിട്ടും ഒരുമാതിരി മരണ വീട്ടിലെ പോലെ കയറി കാറിലിരുന്നാ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഈ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുമ്പോഴേക്കും ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് പ്രഖ്യാപിക്കും. അതെനിക്കായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിറഞ്ഞ സന്തോഷത്തോടെ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോയി ആ അവാർഡ് വാങ്ങാം.
അതിനു മുമ്പ് മെന്റലി ഒന്ന് ഫ്രഷാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ യാത്ര പുറപ്പെട്ടത്. ഒന്നും വേണ്ടെങ്കിൽ വേണ്ട, എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കാം നമുക്ക്. കേറ്, തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാം. അയ്യോ ഗൗതം നിൽക്ക് നിൽക്ക്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്തിനാ നിൽക്കുന്നത്? നിന്റെ പഴയ കഥകൾ കേൾക്കാനാണോ? പഴയതൊന്നും മറക്കാൻ പറ്റില്ല എന്ന് പറയാനാണോ? ഏത് സ്വർഗരാജ്യത്തിൽ ചെന്നാലും എനിക്ക് സന്തോഷിക്കാനാവില്ല എന്ന നിന്റെ സ്ഥിരം പല്ലവി എനിക്ക് കേൾക്കണ്ട. അതെ, നിന്ന് സമയം കളയണ്ട, ഒന്ന് വണ്ടി കയറ്, എനിക്ക് ഒരുപാട് പണികളുള്ളതാ. ഒന്ന് നിൽക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, ഞാൻ ഇപ്പൊ മുതൽ മാറാൻ പോവാം. മനഃപൂർവ്വം തന്നെ എന്റെ മൂഡ് ഓഫുകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ ആഘോഷിക്കാൻ പോവാം. ദേ, കട്ടയ്ക്ക് കൂടെ നിന്നോണം കേട്ടോ. ഇനി എന്നെ പിടിച്ചാ കിട്ടില്ല, കൂടെ ഓടി എത്തിക്കോണം. എങ്കിൽ നമ്മൾ പൊളിക്കും. പിടി ചാവി. അല്ല, ഇതെന്തിനാ? ഇവിടെ നിന്ന് അങ്ങോട്ട് നീയാണ് കാർ ഓടിക്കാൻ പോകുന്നേ. അയ്യോ, ഞാനെങ്ങുമില്ല, അത് ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയാവില്ല? നീ ഡ്രൈവിംഗ് പഠിച്ചതല്ലേ, പിന്നെന്താ പ്രശ്നം? പഠിച്ചതൊക്കെ തന്നെയാ, തനിച്ച് ഓടിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തിരക്കുള്ള റോഡിലിറങ്ങി ഓടിക്കാൻ വേണ്ടിയൊന്നും കൈ തെളിഞ്ഞിട്ടില്ല. അതൊന്നും കുഴപ്പമില്ലെന്നേ. വരമ്പത്തിരുന്നോണ്ടേ കളി പഠിക്കാൻ പറ്റില്ല. കളി ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചു തന്നെ പഠിക്കണം. ഓടിക്കാൻ അങ്ങോട്ട്. വേണ്ട ഗൗതം, എനിക്ക് പേടിയാ. ദേ ഇവിടെ മൊത്തം വളവും തിരിവാ. എങ്കിലും ഒരു കാര്യം ചെയ്യാം. 1 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് റോഡാണ്. നമ്മൾ 9 ഹെവൻസിൽ എത്തുമ്പോഴേക്കും നീ ഒരു ഉഗ്രൻ ഡ്രൈവർ ആയിരിക്കും. 9 ഹെവൻസോ? അവിടേക്കാണോ നമ്മൾ പോകുന്നത്? യെസ്, നീ പലപ്പോഴും പോകാൻ ആഗ്രഹിച്ച ആ സ്വപ്ന ഭൂമി, അവിടേക്കാണ് നമ്മുടെ ഈ യാത്ര. സൂപ്പർ. കാർ എടുക്കുമോനെ? ഓക്കെ മാഡം, കേറിയാട്ടെ. സ്ട്രെയിറ്റ് റോഡ് എത്തിക്കഴിഞ്ഞാ 9 ഹെവൻസ് വരെ നീയാണ് ഡ്രൈവർ. ഓക്കെ അല്ലേ? വണ്ടി വിടുമോനെ ദിനേശ. ഹലോ, എന്തായി? അവന്റെ കാറ് കണ്ടെത്താൻ പറ്റിയോ? സാറൊരു വാക്ക് പറഞ്ഞാ ഞങ്ങൾ അപ്പൊ തന്നെ ഇറങ്ങി പുറപ്പെടില്ലേ? വീരവാദം മുഴക്കാതെ നീ കാര്യം പറയാ. എന്തായി? ഞങ്ങൾ ഗൗതമിന്റെ തൊട്ടു പിറകെ തന്നെ ഉണ്ട്. അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് വല്ല ധാരണയും കിട്ടിയോ? അവരിപ്പോ പോകുന്നത് ബൈപ്പാസ് റോഡിലേക്കാ. എന്തായാലും ഞങ്ങൾ പുറകെ ഉണ്ടല്ലോ സാർ. പുറകെ ഉണ്ടായാൽ മാത്രം പോരാ. ഇന്ന് രാത്രി തന്നെ ആ നിധിയെ തീർത്തു തരണം എനിക്ക്. ഇനിയിപ്പോ അവനെങ്ങാനും കയറി ഇടയിൽ വീണാൽ ഒന്നും നോക്കണ്ട, അവനെ അങ്ങ് തീർത്തേക്ക്. സാറേ, കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് കിരി സുരേന്ദ്രനെയാണ്. നാളെ നേരം വെളുക്കുമ്പോ ഒരു മരണ വാർത്തയെങ്കിലും സാറിനെ അറിയിച്ചിരിക്കും. പോരെ? മതി, അത്രയും മതി. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ. ആ ശരി സാർ.